എൻ്റെ ചേട്ടൻ, എൻ്റെ പിതൃതുല്യൻ, എന്നെ ഞാനാക്കിയ എൻ്റെ ചേട്ടൻ്റെ എം ജി രാധാകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ ജന്മദിന ആഘോഷവും ഘനശ്യാമസന്ധ്യ 2026 ജൂലൈ 29 2 ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ എറണാകുളം അസീസിയ കൺവെൻഷൻ സെൻറ്റർ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത്രയും വർഷം കഴിഞ്ഞ എത്ര വർഷം 16 വർഷമായിട്ട് അത് ട്രിവാൻഡ്രത്ത് വെച്ചായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം ഇത് ചേട്ടൻ്റെ മകനാണ് രാജേഷൻ. ഈസ് എ സൗണ്ട് ഡിസൈനർ. ഒരുപാട് ചിത്രങ്ങളിലൊക്കെ സൗണ്ട് ഡിസൈൻ ചെയ്യുന്ന വ്യക്തിയാണ് പല ഭാഷകളിൽ. ഹി ഹാസ് ഗോട്ട് മോർ ദാൻ 3 നാഷണൽ അവാർഡ്സ് ഇൻ ദിസ് ഫീൽഡ്. അപ്പം ഞങ്ങൾ ആലോചിച്ചു, ഈ 16 വർഷം ട്രിവാൻഡ്രത്ത് വെച്ച് നടത്തുമ്പം എൻ്റെ ചേട്ടൻ്റെ ഈ ആഘോഷവും, ജന്മദിന ആഘോഷവും, അതുപോലെ തന്നെ ഘനശ്യാമസന്ധ്യ എന്ന ഈ പ്രോഗ്രാമും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് നടത്തിയാൽ എന്താണ്? കാരണം ചേട്ടൻ്റെ പാട്ടുകൾ കേൾക്കുന്നത് ലോകമെമ്പാടുമുള്ള ആസ്വാദകരാണ്. അപ്പോൾ ഇതൊന്ന് വൈഡർ ഫോമിലോട്ട് കൊണ്ടുവരാം എന്ന് ഞങ്ങൾക്കൊരാശയം ഉദിക്കുകയും അതിൻ്റെ പേരിൽ ഇത്തവണ നമ്മുടെ എറണാകുളത്ത് വെച്ച് നടത്താം എന്നൊരു തീരുമാനം ഞങ്ങളെടുത്തു. അതാണ് ഈ ഒരു പ്രസ് മീറ്റിന് ഞാൻ വരാനും അനൗൺസ് ചെയ്യാനും കാര്യം. മലയാളികളുടെ പ്രിയപ്പെട്ട അനശ്വര സംഗീത സംവിധായകനും ഗായകനുമായ എം ജി രാധാകൃഷ്ണൻ്റെ 86ാം ജന്മദിനാഘോഷത്തിൻ്റെ ഭാഗമായി എം ജി രാധാകൃഷ്ണൻ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഘനശ്യാമസന്ധ്യ 2026 എന്ന പേരിൽ വിപുലമായ ജന്മദിനാഘോഷ പരിപാടികളും സംഗീത സന്ധ്യയും സംഘടിപ്പിച്ചിരിക്കുകയാണ്. എല്ലാ വർഷവും ഇതിന് ഒരു പ്രശസ്ത വ്യക്തിക്ക് ഒരു അവാർഡ് കൊടുക്കാറുണ്ട്. അത് തുടക്കത്തിലൊക്കെ കൊടുത്തിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് ONV സാറല്ലേ, പിന്നെ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, ONV സാർ, അങ്ങനെയൊക്കെ ആയിരുന്നു തുടക്കത്തിൽ. ഇത്തവണ ജൂലൈ 29 വൈകുന്നേരം 6 മണിക്ക് എറണാകുളം അസീസിയ കൺവെൻഷൻ സെൻട്രൽ പ്രോഗ്രാമിന് ചടങ്ങിൽ വെച്ച് മലയാള ചലച്ചിത്ര സംഗീത ലോകത്തിന് നൽകിയ സമഗ്ര സംഭാവനകളെ മാനിച്ച് പ്രശസ്ത സംഗീത സംവിധായകൻ, അതും എൻ്റെ ഒരു സ്വന്തം ചേട്ടനാണ്, ഔസേപ്പച്ചൻ ചേട്ടൻ, ഔസേപ്പച്ചനെ ആദരിച്ചുകൊണ്ട് ആഘോഷ പരിപാടികൾക്ക് ഔദ്യോഗികമായി തുടക്കം കുറിക്കുന്നതാണ്. മൗനം ഒരു എന്തായാലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ തുടക്കത്തിലുണ്ടായിരുന്നു. സംഗീതമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഫീൽഡ് തന്നെയാണ്. സംഗീതമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഫീൽഡ് തന്നെ. സൗണ്ട് ഡിസൈനിങ്, മിക്സിംഗ് എന്ന് പറയുന്നത് ദൂരമല്ല. സംഗീതം അറിഞ്ഞില്ലെങ്കിൽ ആ ജോലി ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം ഒരു നിമിത്തമാണ്. കാരണം അതായത് രാജേഷിനെ സംഗീതം പഠിപ്പിച്ചു. ഇവനൊരു സിനിമയ്ക്ക് സംഗീതം ചെയ്തിട്ടുണ്ട്, മ്യൂസിക് ഡയറക്ഷൻ തന്നെ പാടിയത്, സംഗീതം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ തൃശ്ശൂർ ചേതന സ്റ്റുഡിയോയിൽ ഈ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിപ്പിക്കാൻ കൊണ്ടുവിട്ടു. ആ സമയത്താണ് പ്രിയദർശൻ സൗണ്ട് ആൻഡ് ഫ്രെയിംസ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റുഡിയോ, ഫോർ ഫ്രെയിംസ് എന്നൊരു സ്റ്റുഡിയോ മദ്രാസിൽ തുടങ്ങി. അപ്പോൾ ഞാൻ, പ്രിയന്, സാബു സിറിൽ, അങ്ങനെ കുറച്ച് പേരൊക്കെ വൈകുന്നേരം ഇങ്ങനെ ഈ സ്റ്റുഡിയോയ്ക്കകത്ത് വന്നിരുന്നിട്ട് ഇവിടെ എന്ത് ചെയ്യണം, അവിടെ എന്ത് ചെയ്യണം, അകപ്പെടെ തുടക്കത്തിനൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സൗണ്ട് എഞ്ചിനീയറായിട്ട് ആര് വേണം. അപ്പോൾ ഡിസൈഡ് ചെയ്ത ദീപൻ ചാറ്റർജിയാണ് ഡിസൈഡ് ചെയ്തത്. എന്നാലും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ. അപ്പം ഞാൻ പറഞ്ഞു, നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാളായി കഴിഞ്ഞാൽ അതല്ലേ നല്ലതെന്ന്. അപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈസ് വെരി ഇൻ്റലിജൻറ്റ്, അത് പറയണമല്ലോ. കാരണം വന്ന് 1 മാസത്തിനകം ദീപൻ്റെ ഏറ്റവും വലിയ ഒരു ദീപൻ ചാറ്റർജി ഇന്ന് ജീവിച്ചിരിപ്പില്ല, ശിഷ്യനാകുകയും ഇപ്പം ഫ്രീലാൻസറാണ്. നിങ്ങൾ കാണുന്ന 8-3 പടത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. എന്നാലും ഇപ്പോഴത്തെ യുവതലമുറ എല്ലാം ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ സൗണ്ടിനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു
കാര്യമുണ്ട്. ഒരു പാട്ടായാലും റീ റെക്കോർഡിംഗ് ആയാലും അല്ലേ, അത് അവൈലബിൾ ആ രീതിക്ക് ഞങ്ങൾ കൊടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. എൻ്റെ ചേച്ചി വരുന്നുണ്ട്, പത്മശ്രീ ഓമനക്കുട്ടി. ശിവാനത്തുണ്ടായിരുന്നു ഒരു പ്രസ് മീറ്റ്, അതിന് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മുടെ കുടുംബം മുഴുവനുണ്ട്, കാരണം ഹരിപ്പാടും അമ്പലപ്പുഴയും ഉള്ള എല്ലാവരും ഉണ്ട്. പിന്നീട് ചേട്ടൻ്റെ പഴയ കൂട്ടുകാരെല്ലാവരും വരുന്നുണ്ട്. പിന്നെ എനിക്ക് ഇവിടെ ഇപ്പം മോഹൻലാലൊന്നും അവൈലബിൾ അല്ല, ഉണ്ടായിരുന്നെങ്കിൽ വന്നേനെ. അപ്പം അങ്ങനെ എല്ലാവരും ഒരുവിധപ്പെട്ട എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നതിൽ ആരാണോ സീനിയർ അവരെ കൊണ്ട് കൊടുപ്പിക്കാൻ. നേരത്തെ ഉള്ളൊരു പ്രോഗ്രാമിന് ശ്രീ മോഹൻലാൽ വന്നിരുന്നു. ഇതിപ്പോൾ 16-ാമത്തെ അല്ലേ.